കെട്ടിയോനില്ലേ? എനിക്കോ? എനിക്ക് കെട്ടിയോനില്ലെങ്കിൽ ഏട്ടൻ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാവും? എനിക്ക് കെട്ടിയോനുണ്ട്. ഒരു ഡൗട്ട് ഉണ്ട്, എനിക്ക് കെട്ടിയോനില്ലേ എന്നുള്ളതാണോ? എന്റെ കെട്ടിയോനാണ് അപ്പൊ നിങ്ങളുടെയൊക്കെ പ്രശ്നം. ഈശ്വര, ഇവർക്ക് വേണ്ടി ഇനിയിപ്പോ ഞാൻ കല്യാണം കഴിക്കേണ്ടി വരുമോ മോണ? ഇവർക്കൊക്കെ വേണ്ടി ഞാൻ ഇനിയിപ്പോ കല്യാണം കഴിക്കേണ്ടി വരുമോ? ദുബായിലെ കളി കണ്ടിട്ട് ചോദിച്ചത്. ദുബായിൽ ഞാൻ കളിക്കുമ്പോ അതിന് ക്യാമറ ഓൺ ആക്കി വെച്ചിട്ടാണോ അവിടെ കളിക്കുന്നത്? വീട്ടിൽ വന്ന പെണ്ണ് ഇല്ല നിഷാം. എനിക്ക് ഇനി മാരേജ് എന്ന് കേൾക്കുന്നത് പോലും എനിക്ക് ഇഷ്ടമില്ല. എനിക്ക് മാരേജിനോട് ഒരു താല്പര്യമില്ല. ബട്ട് 2 കുട്ടികൾ വേണം. 2 കുട്ടികൾ വേണമെന്നോ? ആർക്ക്? നിനക്കോ? കുട്ടികൾ വേണമെങ്കിൽ നീ കല്യാണം കഴിക്കും. എന്നോടൊന്ന് പറഞ്ഞിട്ട് എന്താ കാര്യം? ഏതടേ ഇവനൊക്കെ? ഭക്തി പോയിട്ടൊന്നുമില്ല ഏട്ടാ. ഞാന് നാട്ടിലാ. പെൺകുട്ടികളല്ലേ, ഞങ്ങൾക്ക് ഞങ്ങളുടേതായ കുറെ കാര്യങ്ങളുണ്ടാവും. സോ എല്ലാ ദിവസവും നിങ്ങൾ ഭക്തി പ്രതീക്ഷിക്കരുത്. ലവറാണോ? എനിക്ക് ലവർ ഇല്ല. ഐ ഡോണ്ട് ബിലീവ് ലവ് സംതിങ് ലൈക്ക്. എനിക്ക് വിശ്വാസമല്ല. ഞാൻ പ്രേമിച്ചവരൊക്കെ ഒന്നുകിൽ തേച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ ഒരു റീസൺ പറഞ്ഞിട്ട് എന്നെ വിട്ട് പോയിട്ടുണ്ട്. സോ എനിക്ക് പ്രണയത്തിൽ വിശ്വാസമല്ല. പ്രണയത്തിലും വിശ്വാസമില്ല, മാരേജിലും വിശ്വാസമില്ല. പെരിന്തൽമണ്ണയിൽ എവിടാ പറ? പെരിന്തൽമണ്ണ മുഖമില്ലാതെ വരുന്നതിന് മറുപടി ഞാൻ എല്ലാവർക്കും മറുപടി കൊടുക്കും. എനിക്ക് ആരെയും പേടിയില്ല. ഞാൻ എന്തിനും പേടിക്കും. എനിക്ക് ആകെ പേടി പടച്ചോണ്ട് മാത്രം. ആരാ പറഞ്ഞ ഫൈസാണേ? അങ്ങനെയൊന്നുമില്ല. റിയൽ ലവിൽ അതൊന്നും പ്രശ്നമേ ഇല്ലാത്തൊരു കാര്യമാണ്. ഓക്കെ, ഇപ്പൊ നാട്ടിലാണോ? അതെ. സെക്സ് ഇസ് നോട്ട് എ പ്രോമിസ്. ഓക്കെ, അതുകൊണ്ട് ഒരിക്കലും സെക്സിനെ നിങ്ങളൊരു ഇതായിട്ട് കാണരുത്. ഒരു പ്രണയിക്കുന്ന ആള് സെക്സ് ചെയ്ത് കഴിഞ്ഞാൽ വിട്ടിട്ട് പോകും. സെക്സ് നമ്മൾ ആർക്കും കൊടുക്കുന്ന ഒരു പ്രോമിസ് ഒന്നല്ല. ഓക്കെ, അത് എല്ലാ മനുഷ്യനും ഈ ലോകത്തുള്ളൊരു വികാരം മാത്രമാണ്. വേണമെങ്കിൽ ആവാം, വേണ്ടെങ്കിൽ വേണ്ട. ദാറ്റ്സ് ഓൾ. ലിവിങ് ടുഗദറിൽ താല്പര്യമാണോ? നോ 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 മോർ കമ്മിറ്റ്മെന്റ്സ്. ഐ ഡോണ്ട് വാണ്ട് എനിത്തിങ്. ലവ്, മാരേജ്, പിന്നെന്താ ഇപ്പൊ നിങ്ങൾ പറഞ്ഞ ലിവിങ് റിലേഷൻഷിപ്പ്, മറ്റേ ഒന്ന് പൈസാനെ ഒന്ന് എന്നെ ഊള വർത്താനം കൊണ്ടൊന്ന് പോയാണ്. ഫ്രണ്ട്ഷിപ്പ് ഐ ലൈക്ക് ഫ്രണ്ട്ഷിപ്പ്. ബെനഫിറ്റ് വിത്ത് നോ കമ്മിറ്റ്മെന്റ്സ്, റൈറ്റ്? നോട്ട് ഇൻട്രസ്റ്റഡ് മാൻ. വാട്ട്? എന്തിനാണ് അതൊക്കെ? എന്തിന്? എനിക്ക് അതിന്റെ ആവശ്യമില്ല. ഞാൻ പറഞ്ഞല്ലോ, എനിക്ക് അതിന്റെ ആവശ്യമില്ല. എനിക്ക് ഒരുത്തന്റെയും സ്നേഹത്തിന്റെ ആവശ്യമില്ല. ഞാൻ പറഞ്ഞില്ലേ, എനിക്ക് ഞാൻ ആകെ വിശ്വസിക്കുന്ന ഒരേ ഒരു കാര്യം ഫ്രണ്ട്ഷിപ്പ് മാത്രമാണ്. അത്രേ ഉള്ളൂ. ഫോളോ ബാക്ക്. ഫ്രണ്ടായിട്ട് ഫ്രണ്ട്ഷിപ്പ് എന്ന് പറയുമ്പോ ആ ഫ്രണ്ട്ഷിപ്പിന് ബട്ട് അതും കൂടെ നിന്ന് തേക്കാത്ത ഫ്രണ്ട്സ് ആയിരിക്കണം. ഓക്കെ, ഫ്രണ്ട്ഷിപ്പ് എന്ന് പറയുന്നത് ഒരു വല്ലാത്ത ഫീലാണ്. നമ്മളിവിടെ കാണുന്നതൊക്കെ നമ്മൾ കൂടെ നിർത്തി നമ്മളെല്ലാം ഷെയർ ചെയ്തിട്ട് ഇവിടെ ഉള്ളത് അപ്പുറത്ത് പോയി പറയാത്ത നല്ല ഫ്രണ്ട്സ് ആയിരിക്കണം. അതാണ് ഫ്രണ്ട്ഷിപ്പ്. എനിക്ക് അങ്ങനെ 1-2 പേരിൽ ഉണ്ടാവുന്ന ചിലർ മാത്രമേ ഉള്ളൂ. ബാക്കി എല്ലാവരും എന്നെ ചതിച്ചവരാ. അതുകൊണ്ട് എനിക്ക് ആരും വിശ്വാസമില്ല. എനിക്ക് ഞാൻ അത്രയും കൂടപ്പിറപ്പ് പോലെ കൊണ്ടുനടന്നവര് പോലും ഫ്രണ്ട്ഷിപ്പ് അതിനൊരു ഫീൽ ഉണ്ടോ? അതൊരു ഫീലാണ്. കാരണം എന്താ വെച്ചാ, പൈസക്ക് വേണ്ടിയാണ് പെണ്ണ് കൂടെ പോകുന്നത്. അങ്ങനെ പോണവന്മാരുണ്ടാവും. അവരുടെ ലൈവിൽ പോയി പറയടോ, ഏടീ മൊണ്ണ, എടീ മ്യൂട്ട് അടിച്ചടി ഇവനെയൊക്കെ. വിവരമില്ലായ്മ പറയാൻ ഞാൻ സമ്മതിക്കത്തില്ല. എടാ, നിങ്ങൾ അങ്ങനത്തേക്ക് പോയി പ്രേമിച്ചിട്ട് എല്ലാ പെണ്ണുങ്ങളും അങ്ങനെയാണെന്ന് പറയരുത്. ഒരു പെണ്ണ് അങ്ങനെയാണെന്നും പറഞ്ഞത്. പൈസ ഉണ്ടാ പെണ്ണും. എടാ, പൈസ ഉണ്ടെങ്കിൽ പെണ്ണ് മാത്രല്ല, പൈസ ഉണ്ടെങ്കിൽ എല്ലാവരും ഉള്ളൂ. അതറിയോ തനിക്ക്? ഫാമിലി തന്നെ വേണമെന്നുണ്ടെങ്കിൽ പൈസ വേണം. തന്റെ കയ്യിൽ പൈസ ഇല്ലെങ്കിൽ തന്നെ എന്തിനു കൊള്ളാം? ജീവിക്കണ്ടേടോ? ജീവിക്കാൻ കാശ് വേണ്ടേ? പൈസ ഉണ്ടെങ്കിൽ എല്ലാം ഉള്ളൂ.
പൈസ ഉണ്ട്, പെണ്ണുണ്ട്. പെണ്ണ് മാത്രല്ല, എല്ലാം ഉണ്ടാവണമെങ്കിൽ പൈസ വേണം. പിന്നെ വെറുതെ ഇങ്ങനെ ഇരുന്ന് പണിക്കൊന്നും പോവാണ്ട 3 നേരം നിന്റെ അണ്ണാക്കിലോട്ട് പിരിവി തരാൻ നിന്റെ കൊച്ചാപ്പ വരുമോ? ജോലിക്ക് പോണം, ജോലിക്ക് പോയി പൈസ ഉണ്ടാക്കണം. പൈസ ഉണ്ടാക്കുമ്പോൾ എനിക്ക് എല്ലാം ഉണ്ടാവും. അല്ല, ഇവനൊക്കെ ഏതടേ ഇവൻ? ലെറ്റ്സ് ബി ഫ്രണ്ട്സ്. യാ ഷുവർ ചോക്ലേറ്റ്. ഓക്കെ, ഫോളോ ചെയ്യും. ഞാൻ പറഞ്ഞത് സീരിയസ് ആയിട്ട് ഞാൻ പറഞ്ഞ കറക്റ്റ് അല്ലേ പിള്ളേരെ? ചില മൈൻഡ് മണ്ണകളുടെ ഒരു ഡയലോഗ് ഉണ്ട്, പൈസ ഉണ്ടെങ്കിൽ എല്ലാവരും കാണും. എടാ, പൈസ ഉണ്ടെങ്കിലല്ലേ നമ്മളൊക്കെ ജോലി ചെയ്യുന്ന. എന്തിനാ പൈസ ഉണ്ടാക്കാൻ? എന്തിനാ നമുക്ക് പൈസ? ചൂടല്ല പറഞ്ഞിട്ട്, ഞാൻ സീരിയസ് ആയിട്ട് പറഞ്ഞതാ. പൈസ ഉണ്ടാക്കാനല്ലേ നമ്മളൊക്കെ ഈ കഷ്ടപ്പെടുന്നേ, അല്ലേ? പൈസ ഉണ്ടെങ്കിലേ നമുക്ക് എല്ലാം ഉണ്ടാവുള്ളൂ. അത് കളിപ്പല്ല, ഇതൊരു സത്യമാണ്. ജനലടച്ചോ? അമ്മ പൈസ ഇല്ലെങ്കിലും സ്നേഹിക്കും. ഇപ്പൊ ഞാനൊരു കാര്യം പറയാം, നീയും നിന്റെ അമ്മയും മാത്രമേ ഉള്ളൂ എന്ന് വെക്ക്. നീയും നിന്റെ അമ്മയും മാത്രമേ ഉള്ളൂ. എത്ര ദിവസം നിന്റെ അമ്മ നിന്നെ പൈസ ഇല്ലാണ്ട് നോക്കും? എടാ, പൈസ ഉണ്ടെങ്കിൽ എടാ നാഴി അരി വാങ്ങിക്കാൻ ഒക്കത്തുള്ളൂ. എന്നും റേഷൻ കടയിൽ നിന്ന് അരിയൊന്നും കിട്ടത്തില്ല. റേഷൻ കടയിൽ നിന്ന് അരി വാങ്ങണമെങ്കിലും കൊടുക്കണം 2 രൂപ. ഓക്കെ, എല്ലാത്തിനും നമുക്ക് ക്യാഷ് വേണം. ക്യാഷ് ഇല്ലാണ്ട് ഒരു കാര്യം ഈ ഭൂമിയിലില്ല. എല്ലാത്തിനും ക്യാഷ് വേണം. ക്യാഷ് മാത്രമല്ല വലുത്. യെസ്, ഓഫ് കോഴ്സ് ക്യാഷ് മാത്രമല്ല, ബട്ട് ക്യാഷ് ഇമ്പോർട്ടന്റ് ആണ്. ഓക്കെ, കൂലിപ്പണിക്കാർക്ക് പെണ്ണ് കിട്ടണില്ല. എടാ മൊണ്ണേ, നീ കൂലിപ്പണിക്കാരുടെ വീട്ടിൽ പോയി നോക്ക്. എന്ത് സന്തോഷമുള്ള ഫാമിലി ലൈഫാണെന്നറിയോ? അറിയോ? അവർക്ക് അവരുടെ ഡെയിലി ഒരു കൂലിപ്പണി. ഇപ്പൊ എന്റെ വീട് പണി നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഒരു ദിവസം 1200 രൂപയാണ് അവരുടെ ഒരു ദിവസത്തെ ശമ്പളം. ഒരു ദിവസം അവർക്ക് 1200 രൂപ കിട്ടുന്നുണ്ട്. അപ്പൊ ഒരു ദിവസം അവർക്ക് 1200 രൂപ കിട്ടുമ്പോൾ അവരുടെ ഫാമിലിയിൽ നീ ഒന്ന് പോയി ആലോചിച്ച് നോക്കിയേ, എന്ത് സന്തോഷമായിരിക്കും. അവർക്ക് അവരുടെ വീട്ടിലേക്കുള്ള കാര്യങ്ങളും ചെയ്ത് ബാക്കി കാശ് സേവ് ചെയ്തും വെച്ച്, അല്ലേ? അവന്റെ ഭാര്യ ആളുടെ മക്കളും എന്ത് ഹാപ്പി ആയിട്ടായിരിക്കും. ഫോളോ ചെയ്യുന്നുണ്ട്, തിരിച്ചു ചെയ്യട്ടോ. ഷോ മനസ്സിലായോ? അവര് നല്ല ഹാപ്പി ലൈഫാണ്. താനൊന്നും കരുതുന്ന പോലെ ഇല്ല. അവരുടെ ജീവിതത്തിൽ ഒരു പ്രശ്നങ്ങളില്ല. നിന്റെ വീട് ഞാൻ പണിത് തരാം. താങ്കൾ എന്താ കോൺട്രാക്ടർ ആണോ എന്റെ വീട് പണിത് തരാൻ? എന്റെ വീട് ഇപ്പൊ ഞാൻ അത്യാവശ്യത്തിന് വേറെ ആളെ ഏൽപ്പിച്ചിട്ടുണ്ട്. വേറെ ആരും പണിത് തരണ്ട. ഓക്കെ, കലിപ്പാണോ? നോ നെവർ, ഒരിക്കലല്ല. ഞാൻ എല്ലാ കാര്യവും ഓപ്പൺ ആയിട്ട് പറയും. അതിന് കലിപ്പെന്ന് പറയില്ലേ, ചിരിപ്പിച്ചു കൊല്ലും. അല്ല, ഇവരുടെ അടുത്തൊക്കെ ഞാൻ പിന്നെ എന്ത് പറയണം? ആ ഫൈസാനെന്ന്, ഏത് ഈ ഫൈസ എന്ന് പറഞ്ഞ പൊട്ടൻ ഇവനെ മൂട്ടടിച്ചാള്. എല്ലാ കാര്യവും അങ്ങനെ ഓപ്പൺ ആയി പറയരുത്. എല്ലാ കാര്യവും ഞാൻ ഓപ്പൺ ആയിട്ട് തന്നെ പറയും. ഈ ഭൂമിയുടെ മുകളിൽ, അതായത് ഭൂമിയുടെ മുകളിൽ ആകാശത്തിന്റെ കീഴിലുള്ള എല്ലാ കാര്യങ്ങളും ഈ ലോകത്ത് നമ്മൾ ഓരോ വ്യക്തികൾക്കും അറിയാവുന്നതാണ്, അല്ലേ? നമ്മൾ എന്തിനാ മറച്ചു വെക്കണം? നമ്മൾ ആരെയാ പേടിക്കുന്നേ? എടാ, ഈ ലോകത്ത് നമ്മൾ ആകെ പേടിക്കേണ്ടത് ഈശ്വരനെ മാത്രം. ഓക്കെ, പിന്നെ ചില കാര്യങ്ങളുണ്ട്. നമ്മളിപ്പോ നമ്മള് ഇപ്പൊ ചിക്കൻ കഴിക്കുന്നവരായിരിക്കും, നോൺ വെജ് ഒക്കെ തിന്നുന്നവരായിരിക്കും. മറ്റേ ഒരു ഫിഷ് തിന്ന അതിന്റെ മുള്ളോ അല്ലെങ്കിൽ ഒരു ഇറച്ചി തിന്ന അതിന്റെ എല്ലാം ഞങ്ങളെ കഴിച്ചെന്നും പറഞ്ഞിട്ട് കാണിക്കാൻ, ഭർത്താളെ കാണിക്കാൻ വേണ്ടി കഴുത്തി കെട്ടി തൂക്കി നടക്കത്തൊന്നുമില്ലല്ലോ, അല്ലേ? ചെയ്യൂ. അതുപോലെ ഉള്ളൂ. ചില കാര്യങ്ങൾ നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ പബ്ലിക്കായിട്ട് പറഞ്ഞ് മറ്റുള്ളവരെ ബോധിപ്പിക്കണം എന്നില്ല. അത്രേ ഉള്ളൂ. പോലീസിനെ പേടിയാ, അത് കള്ളന്മാർക്ക്. ജനലിന്റെ പുറത്തുനിന്ന് ആരോ നോക്കുന്നു? ഇല്ല, ഇവിടെ നേരം വെളുത്തു മോനെ, 5:30 ഇനിയിപ്പോ ആരും നോക്കത്തില്ല. നെയ്യ് അവിടെ പോയിരുന്നോ? കുഴപ്പമില്ല, ചെല്ല്. അതൊന്നും പ്രശ്നമല്ലടി. എന്തു അടിയില്ല, ഒவ்வொரு മുഖ്യം വെക്കില്ലേ? ചോറ് തിന്നില്ല. ആക്ച്വലി ഇന്നലെ ഞാൻ ചോറ് പോലും തിന്നാണ്ട് കിടന്നുറങ്ങിയതായിരുന്നു. എന്നിട്ട് ഇന്ന് ഞാൻ എണീക്കുന്നത് എത്ര മണിയായിണ്ടാവും അറിയോ? നാട്ടിലെ ഏറെക്കുറെ ഒരു 3:45 ആയപ്പോഴാണ് ഞാൻ എണീക്കുന്നത്. ഇന്നലെ വൈകിട്ട് ഒരു 6 മണിക്ക് ഞാൻ കയറി കിടന്നതാണ്. അതുകൊണ്ട് ഇന്നലെ രാത്രി ഇന്നിപ്പം ഈ പുലർച്ചെ 3:45 എണീറ്റ്. അതുവരെ കയറി കിടന്നുറങ്ങി. ചായക്കട തുറന്നോ? അത് ചായക്കടയാ. ഞാൻ ഒരു ചായ പിടിച്ചിട്ട് വെക്കും, പക്ഷെ പൈസ വേണം കേട്ടോ. വീട്ടിലുള്ള ചായ ഇല്ല. മോളെ ഹൗ ആർ യു? അവിടെ സുഖമാണ്. ഫസ്റ്റ് ടൈം ആണ് ലൈവിൽ. ആഹാ, മലപ്പുറത്ത് എവിടാ? പെരിന്തൽമണ്ണ. നല്ല ബോയ്സ് മാത്രമേ രസമുള്ളൂ. പെരിന്തൽമണ്ണയിൽ പെരിന്തൽമണ്ണ. വീട്ടിൽ ആരുമില്ലേ? വീട്ടിൽ എല്ലാവരും ഉണ്ട്. അച്ഛൻ, അമ്മ, ബ്രദർ, മക്കൾ എല്ലാരും.
പ്രിയ ആ പറയത്തല്ലേ ഇവിടെ സെയില് ഞങ്ങളൊന്നിന്റെയും ഇതൊന്നും എടുക്കുന്നു. ഓക്കെ ഇല്ല പൈസാൻ ഇല്ല 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 അങ്ങനത്തെ കാര്യങ്ങളൊന്നും എന്റെ ലൈഫിൽ ഞാൻ പരിപോഷിപ്പിക്കാറില്ല. ഓക്കെ സീൽഡ് പീസ് വാട്ട്? ഓൺലി പെയ്ഡ് പ്രൊമോഷൻസ് ഓൺലി. നിനക്ക് ഉറക്കമില്ലേ? ഇല്ല ഉറക്കമില്ല. നിനക്ക് ഓർമ്മയുണ്ടോ പണ്ട് സഞ്ജു എന്ന് പറഞ്ഞ പാട്ട് പാടുന്ന ഒരു ഗായകൻ ഉണ്ടായിരുന്നു. എനിക്ക് മോളെ ഇഷ്ടമാണ്. ആണോ? തരാം. ഈ മെന്റലേട്ടൻ കാരണം ഇന്നലെയും കൂടെ പാച്ചിന്നൊരു കാര്യം പറഞ്ഞ് കുത്തി. ഐ എം ന്യൂ ഇൻ ടിക്ടോക്ക്. ആണോ ക്യാപ്റ്റൻ അമേരിക്ക? വെൽക്കം വെൽക്കം അവർ വേൾഡ് ക്യാപ്റ്റൻ അമേരിക്ക. എവിടെയാണ് ക്യാപ്റ്റൻ അമേരിക്കയുടെ സ്ഥലം? എവിടാ? എനിക്ക് പുതിയ പുതിയ ആൾക്കാരെ നമ്മള് പുതിയ ആൾക്കാരെയാണ് അക്സെപ്റ്റ് മൈ റിക്വസ്റ്റ് ചെയ്യാ. ഓഫ് കോഴ്സ് ബേബി. ക്യാപ്റ്റൻ അമേരിക്കനല്ലേ? ആരാ? അല്ലല്ല ഇത് പുതിയ ക്യാപ്റ്റൻ. ഗുഡ് മോർണിംഗ് ജാണി. നാട്ടിൽ മലപ്പുറം.